ഹാഡിയസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് പിടിച്ചോ. വാട്ട് ഈസ് മീൻ ബൈ ദ ഫോക്കസ് ഓൺ ദ എർത്ത്ക്വേക്ക്? നെയിം ദ പോയിന്റ് ഓൺ ദ എർത്ത് സർഫേസ് ദാറ്റ് ലൈസ് ക്ലോസസ്റ്റ് ടു ദ ഫോക്കസ്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഫോക്കസിനോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ബിന്ദുവിന്റെ പേര് പറയുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്താണ്ട്, ഒന്നാമതായിട്ട് എന്താണ് ഫോക്കസ്, എന്താണ് പ്രഭവ കേന്ദ്രം. അതായത് ഭൂവൽക്കത്തിനുള്ളിൽ അല്ലെങ്കിൽ ക്രസ്റ്റിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെയാണ് നമ്മൾ എന്ത് പറയുക? പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയാം. അപ്പൊ ഭൂകമ്പത്തിന്റെ എനർജി എന്ത് ചെയ്യും? അവിടെ നിന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേന്ദ്രത്തിനാണ് നമ്മൾ ഫോക്കസ് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയാം. ഇനി ഈ എപ്പിസെന്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതികേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പ്രഭവ കേന്ദ്രത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതലത്തിലെ കേന്ദ്രത്തെ നമുക്ക് എന്ത് പറയാം? അതികേന്ദ്രം എന്ന് നമുക്ക് വിളിക്കാം. അതായത് ദ പോയിന്റ് ഓൺ ദ എർത്ത് സർഫേസ് ഡയറക്ട്ലി അബവ് ദ ഫോക്കസ് ഈസ് കോൾഡ് എപ്പിസെന്റർ എന്ന് പറയും. അവിടെയാണ് ആദ്യം ഭൂകമ്പത്തിന് തരംഗങ്ങൾ എത്തിച്ചേരുന്നത്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.